ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നല്ല ഫ്ലവേഴ്സുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇതിപ്പോൾ ഈയിടയ്ക്ക് നമുക്ക് തായ്ലൻഡിൽ നിന്ന് ഇറങ്ങിയ ടിഷ്യൂ കൾച്ചർ ചെയ്ത വെറൈറ്റി പ്ലാന്റുകളാണ് ഇതൊക്കെ. കാണാൻ നല്ല ഭംഗിയും നല്ല നിറത്തിലുള്ള പൂക്കളാണ് ഈ കാണുന്നതൊക്കെ. ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ സാധാരണ മണ്ണിലും ചാണകപ്പൊടിയിലൊക്കെ വളർത്തി സാധാരണ രീതിയിൽ ഒരു നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. അതിൽ ചെറുതായിട്ടൊരു ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ നട്ടേക്കുന്ന. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര വെയിലാണ്, അതികഠിനമായ വെയിലാണ്. ഈ വെയിൽ നമ്മൾ ഒരു ചെറിയ ഗ്രീൻ നെറ്റിലൂടെ നിൽക്കുന്ന പ്ലാന്റുകളാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നിലയിൽ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ. നമ്മുടെ സാധാരണ ക്ലൈമറ്റിൽ നമ്മുടെ സാധാരണ ജൈവവളത്തിൽ മാത്രം വളർത്തിയെടുക്കുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ നട്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ചെടികൾ പൊടിച്ചു വരുന്നുണ്ട്. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ തായ്ലൻഡിൽ നിന്ന് ഇറങ്ങിയ പ്ലാന്റുകളാണ്. എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ ഈ വെച്ചേക്കുന്ന പ്ലാന്റുകളൊക്കെ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള പൂക്കളുകളാണ്. 200-ൽ പരം വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് തായ്ലൻഡിൽ നിന്ന് കുറച്ച് ടിഷ്യൂ ചെയ്ത പ്ലാന്റുകൾ ഇറങ്ങി. ആ പ്ലാന്റൊക്കെ നമ്മൾ വളർത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു മീഡിയം ഹൈറ്റ്, അധികം ഹൈറ്റ് വരുന്നില്ല, മിനിയേച്ചറും അല്ല, ആ ലെവലിൽപ്പെട്ട ചെടികളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഓറഞ്ച് കൂടെ കലർന്ന ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള, അകത്ത് ചെറിയ ഡോട്ടായിട്ട് വരുന്നുണ്ട്. ചെറിയ ഇതായിട്ട് നല്ല ഭംഗിയ, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നല്ല ഫ്ലവറൊക്കെ നല്ല ഇച്ചിരി കട്ടി കൂടിയതായിട്ടുള്ള ഫ്ലവറാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ഇത്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഒരു 6-7 വെറൈറ്റി ഇതുപോലുള്ള പ്ലാന്റുകൾ ഇറങ്ങി, അതിൽപ്പെട്ട പ്ലാന്റുകളാണ് ഇതും. അതേ ഹൈറ്റ് അല്ല, ഏകദേശം സെയിം ആയിട്ട് വരുന്ന പ്ലാന്റുകളൊക്കെയാണ് ഇതൊക്കെ. ഫ്ലവറിൻ്റെ ഹൈറ്റ്, സ്റ്റമ്പിൻ്റെ ഹൈറ്റ്, പക്ഷേ നിറച്ച് നാൾ പൂക്കൾ നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായി പൂ കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് കളറും നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതുപോലെ തോന്നി. നല്ല ഭംഗിയാണ്, അത്രയും നല്ല ഭംഗി കൊടുക്കുന്ന നല്ലൊരു ഡാർക്ക് കളറാണിത്. അങ്ങനത്തെ പ്ലാന്റാണ്. ഇതിലൊക്കെ 1-2 തൈകൾ വന്നാലും 2-3 സ്പൈക്കൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്, അത്രയും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെയൊക്കെ തന്നെ ഇതെല്ലാം ഓരോരോ വെറൈറ്റിയാണ്. ഇത് കുറച്ച് ചെറുതായിട്ട് മഞ്ഞ വരുന്നുണ്ട്. ആ ബോർഡറിലൊക്കെ ലൈറ്റ് പിങ്ക് കളറൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ടൈപ്പ് പ്ലാന്റൊക്കെ. അധികം സമയം ആവശ്യമില്ല. ചെടികൾ ഒരുവിധം മെച്യൂറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പിൽപ്പെട്ടതാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പിൽ നിറച്ച് പൂക്കൾ വരുന്ന, ഇത് വേറൊരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന, ഇതും നടുക്കൊക്കെ ഒരു ലിപ്പൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതായിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ്. പല ടൈപ്പിൽപ്പെട്ട ഗ്രൗണ്ട് ഓർക്കിഡുകളുണ്ട്. ഈ പ്ലാന്റൊക്കെ വ്യത്യസ്തമായ കളറുകളാണ്. ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് റെഡ് സ്റ്റാറിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇതൊക്കെ പൂത്തിട്ട് തന്നെ ഒത്തിരി മാസങ്ങളോളം ആയി. ഇങ്ങനെ പൂക്കൾ കുറേ നാൾ നിൽക്കും, പിന്നെ അത് പൊഴിഞ്ഞു പോയി അടുത്ത പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പൂക്കളൊന്നും പൊഴിഞ്ഞു പോയാൽ ഒത്തിരി മാസമായി. ഈ സ്റ്റമ്പിലൊക്കെ പൂക്കൾ വന്നിട്ട് ഒത്തിരി മാസങ്ങളായി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് പൂക്കൾ നഷ്ടപ്പെടത്തില്ല. നമുക്ക് ഒത്തിരി നാൾ പൂക്കൾ നിൽക്കുന്ന വെറൈറ്റിയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നട്ട് കഴിഞ്ഞാലും കാണാൻ അത്രയും ഭംഗിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. നല്ലൊരു ഇച്ചിരി വലിപ്പമുള്ള പൂവാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇത് ഒരു മീഡിയം ഹൈറ്റായിട്ട് വരുന്ന ഫ്ലവറാണ്. ഇത് നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്.
ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ ഓരോ കളർ, വ്യത്യസ്തമായിട്ടുള്ള കളർ. നേരത്തെ ഒന്നും ഇത് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ക്യൂസോൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഇച്ചിരി നാൾ മുമ്പ് ഇറങ്ങിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതും ഒരു മിനിയേച്ചർ ടൈപ്പാണ്. നിറച്ച് പൂവുണ്ടാവും. നല്ല ഡാർക്ക് പിങ്കാണ്. നല്ല ഭംഗിയുള്ളതാണ്. നിറച്ച് പൂക്കളുണ്ടാവുന്ന ടൈപ്പാണ്. ഇതാണ് ക്യൂസോൺ എന്ന ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിലും അധികമൊന്നും തൈയൊന്നും വരേണ്ട ആവശ്യമില്ല. 1-2 തൈകൾ. നമുക്ക് സാധാരണ നാടൻ വെറൈറ്റിക്കൊക്കെ നിറച്ച് തൈകൾ നിന്നാൽ പോലും നമുക്ക് പൂക്കൾ കിട്ടത്തില്ല. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. ഇതുകൊണ്ട് ഇതെന്ന് പറയുന്നത് പർപ്പിൾ പോങ്കാസ് എന്ന് പറയുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇത് നാടൻ ടൈപ്പാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നാടനല്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പ്രത്യേക ഈ കാണുന്നില്ലേ കളറ്. നമുക്ക് നാടനല്ല ഇത്. നല്ല അതിൻ്റെ ഇതളുകളൊക്കെ കട്ടിയുള്ളതും കാണാനും പ്രത്യേകിച്ച് നല്ലൊരു എടുത്തൊരു കളറാണ്. നല്ലൊരു വെറൈറ്റി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണിത്. പർപ്പിൾ പോങ്കോസ് എന്ന ഇതിൻ്റെ പേര്. ഇതൊക്കെ നിറച്ച് പൂക്കളുണ്ടാകും. തൈകളുണ്ടായാലും നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റി പ്ലാന്റിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഈ പ്ലാന്റൊക്കെ അതൊക്കെ ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യും. ഈ പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ DTDCയോ സ്പീഡ് പോസ്റ്റോ വഴിയൊക്കെ ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചുള്ള ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വിടുന്ന വീഡിയോകൾ ലഭിക്കേണ്ടതിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാറ്റിനും മറുപടി തരുന്നതാണ്. അടുത്ത